ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വെൽനസ് വേ ഐറാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം ഞാൻ കുറച്ച് റവയാണ് എടുത്തിട്ടുള്ളത്. തരി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു റവയെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ റവ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ള തരി എടുക്കണം. ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും റവ ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങയാണ്. ഇനി ആ ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റവ കുറച്ചൊന്ന് ആറിയതിന് ശേഷം, എന്നാലും മൊത്തത്തിൽ തണിയാൻ പാടില്ല. ഇനി അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടണം ഈ ചൂടിൽ. ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മധുരം നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ 2 സ്പൂണ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ ഇതിന്. കാരണം നെയ്യിൻ്റെയും വറുത്ത റവേൻ്റെയൊക്കെ. അതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂവും കിസ്മിസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ റിസ്ക് ഉണ്ടാവില്ല, നല്ലോണം ചേർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ലഡുവിൻ്റെ രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് വെള്ളം നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു പോർഷൻ മാത്രമേ നനക്കാൻ പാടുള്ളൂ. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നനച്ചിടരുത്. റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഷുഗറൊക്കെ മെൽറ്റായിട്ട് പിന്നെ മധുരം ഇല്ലാതായി പോവും. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ആ പോർഷൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തെളിച്ചെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ റവ കുതിർന്ന പോലെ ആയി പോകും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അതുപോലെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള എല്ലാ പോർഷനും ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളമൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ ഭാഗം വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും എല്ലാം ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ റവ ലഡു റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലുമാണ്, അതുപോലെ അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബും ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.